വൈദേകം റിസോർട്ട് വിവാദത്തിൽ ആത്മകഥയിൽ പരാമർശവുമായി പി ജയരാജൻ വിവാദങ്ങളിൽ ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നു എന്നാണ് പരാമർശം. പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ച വിഷയം വളച്ചൊടിച്ച് പ്രചരിച്ചുവെന്ന് ജയരാജൻ പറയുന്നു. മകനെ BJP സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നടന്നെന്ന് പി ജയരാജൻ ആത്മകഥയിൽ തുറന്നു പറയുന്നു. ശോഭാ സുരേന്ദ്രനാണ് ഇതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നും പി ജയരാജൻ പറയുന്നു. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, ആത്മകഥയിൽ കൂടുതൽ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്? നേരത്തെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ തിരിച്ചടി കിട്ടാൻ പോലും കാരണമായത് പി ജയരാജന്റെ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച തുറന്നു പറച്ചിലാണ് എന്ന വിമർശനങ്ങൾ പാർട്ടിക്കകത്തും പുറത്തും എല്ലാം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ ആത്മകഥയിൽ ഉള്ളത് നിഖിൽ? എന്തായാലും ഈ കൂടിക്കാഴ്ച, അതായത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നേരത്തെ തന്നെ വിശദീകരണം നൽകിയതാണ്. അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിയുള്ള കാര്യങ്ങളാണ് ഈ ആത്മകഥയിൽ പി ജയരാജൻ പറയുന്നത്. പ്രകാശ് ജാവ്ദേക്കർ മകന്റെ വീട്ടിലേക്ക് കയറി വന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ BJP-യിലേക്ക് പോകുന്നു എന്ന രീതിയിലേക്ക് ചർച്ചയാക്കി കൊണ്ടുവന്നത് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നതാണ് പി ജയരാജൻ ഈ ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യം. അത് നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, തന്റെ മകനെ ഒരു സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം നടത്തി ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു സംശയം, അല്ലെങ്കിൽ അങ്ങനെ നടത്തി എന്ന കാര്യം ആത്മകഥയിൽ പി ജയരാജൻ പറയുന്നുണ്ട്. എറണാകുളത്ത് വെച്ച് പരിചയപ്പെട്ട് ഫോൺ നമ്പർ വാങ്ങിയതിന് ശേഷം മകനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇത് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി മകൻ ഫോൺ എടുക്കാതിരുന്നു എന്ന ഒരു കാര്യമാണ് ഈ ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദവുമായി ചേർത്ത് വെച്ച് പി ജയരാജൻ പറയുന്നത്. മറ്റൊന്ന്, ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. ആ വിവാദങ്ങൾ നമുക്കറിയുന്നത് പോലെ പി ജയരാജനെതിരെ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ വിമർശനം ഉന്നയിച്ചു എന്ന രീതിയിലായിരുന്നു ആ വാർത്തകൾ വന്നിരുന്നത്. അതിൽ പക്ഷേ ഇപ്പോൾ പി ജയരാജൻ ഒരു വ്യക്തത വരുത്തുന്നു. CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ വൈദേകം റിസോർട്ട് നിക്ഷേപത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചു എന്ന വാർത്ത മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു. താൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. ഈ